Tonight for our meditation shall we turn to the book of Hebrews chapter 8. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Shall we read verses 1 and 2? Hebrews chapter 8 verses 1 and 2. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. Now of the things which we have spoken, this is the sum. We have such an high priest who is set on the right hand of the throne of the majesty in the heavens, a minister of the sanctuary and of the true tabernacle, which the Lord pitched and not man. Also let us read verse 5. 5-ാം വാക്യം കൂടെ വായിക്കാം. കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. Who serve unto the example and shadow of the heavenly things, as Moses was admonished of God when he was about to make the tabernacle. For see, saith he, that thou make all things according to the pattern shewed to thee in the mount. In these verses of scripture, we read about, first of all, a true tabernacle, heavenly tabernacle, which the Lord himself pitched. ഈ വേദഭാഗത്ത് നാം ആദ്യം വായിച്ചപ്പോൾ ഒരു സത്യകൂടാരത്തെക്കുറിച്ചും ദൈവം തന്നെ സ്ഥാപിച്ചതായ ഒരു സ്വർഗീയ കൂടാരത്തെക്കുറിച്ചും കേട്ടു. In this true tabernacle, Jesus Christ himself is the minister. ഈ സത്യകൂടാരത്തിൽ യേശുക്രിസ്തു തന്നെയാണ് ശുശ്രൂഷകൻ. And also reference is made here concerning the tabernacle of Moses. ഇവിടെ മോശയുടെ ആ കൂടാരത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു. The tabernacle of Moses is a type and shadow of the true tabernacle in heaven. മോശയുടെ സമാഗമന കൂടാരം എന്നുള്ളത് സ്വർഗീയമായ ആ സത്യകൂടാരത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമാകുന്നു. The whole tabernacle is a type of eternal heaven. മുഴു സമാഗമന കൂടാരവും നിത്യ സ്വർഗത്തിന്റെ നിഴലാകുന്നു. When we study about the tabernacle of Moses, in the tabernacle of Moses we can find 3 places. നാം മോശയുടെ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ നമുക്ക് 3 സ്ഥലങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. First, the outer court. ഒന്നാമത്തേത് പ്രാകാരം. Secondly, the holy place. രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലം. Thirdly, the most holy place or the holy of holies. മൂന്നാമത്തേത് അതിവിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ വിശുദ്ധിയുടെ വിശുദ്ധി നിറഞ്ഞ സ്ഥലം. As we have just mentioned, the tabernacle of Moses is a type and shadow of the heavenly true tabernacle. മോശയുടെ സമാഗമന കൂടാരം എന്നുള്ളത് സ്വർഗത്തിലെ സത്യ കൂടാരത്തിന്റെ നിഴലും ദൃഷ്ടാന്തവുമാണ് എന്ന് നാം വായിച്ചു. There will be 3 places in the eternal heaven. നിത്യ സ്വർഗത്തിലും 3 സ്ഥലങ്ങളുണ്ട്. Namely, first of all, the new earth. ഒന്നാമത്തേത് പുതിയ ഭൂമി. Secondly, the new heaven. രണ്ടാമത്തേത് പുതിയ ആകാശം. Thirdly, the new Jerusalem, in which we find a holy mountain called Mount Zion. മൂന്നാമത്തേത് പുതിയ യെരൂശലേമാണ്. അവിടെ സിയോൻ പർവ്വതം എന്ന പേരുള്ള ഒരു വിശുദ്ധ പർവ്വതത്തെയും നമുക്ക് കാണാം. When we study the word of God, we can see how one of the 12 disciples of the Lord, namely the Apostle John, was exiled or banished to the island of Patmos for the word of God and for the testimony of the Lord Jesus Christ. നാം തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരുവനായ യോഹന്നാൻ അപ്പസ്തോലനെ തിരുവചന നിമിത്തവും അവന്റെ സാക്ഷ്യം നിമിത്തവും പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയതിനെ കുറിച്ച് വായിക്കുവാൻ കഴിയുന്നു. As the man of God was in that terrible island of Patmos, instead of getting depressed and discouraged, he gave room for the
Spirit of God to mightily come upon his life. ഈ ദൈവപുരുഷൻ ആ ഭയാനകമായ ആ ദ്വീപിൽ ആയിരിക്കുന്നതായ സമയത്ത് നിരാശപ്പെടുന്നതിനും അധൈര്യപ്പെടുന്നതിനും പകരമായി താൻ ആ കർത്തൃദിവസത്തിൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുകയാണ്. In the book of Revelation chapter 1 and verse 10 we read, the man of God said, I was in the Spirit on the Lord's day. നാം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആ ദൈവപുരുഷൻ പറയുകയാണ്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. And because he gave room for the Spirit of God in his life, he was able to see the resurrected Christ, and also he was able to hear the voice of his mouth. താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ തനിക്ക് കാണുവാനും തന്റെ വായിൽ നിന്നുള്ള ശബ്ദം ശ്രവിക്കുവാനും സാധിച്ചു. And also we see how the man of God, because he was in the Spirit, he had so many rapturous experiences in his life. ഈ ദൈവപുരുഷൻ ആത്മവിവശതയിലായിരുന്നത് കൊണ്ട് തനിക്ക് എത്രയോ പ്രാവശ്യം ആ രൂപാന്തരപ്പെടുന്ന അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And in Revelation chapter 21 verses 1 and 2 we read, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, here the man of God says, and I saw a new heaven and a new earth, for the first heaven and the first earth were passed away, and there was no more sea. And I, John, saw the holy city, New Jerusalem, coming down from God out of heaven, prepared as a bride adorned for her husband. ഇവിടെ നാം വായിക്കുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനി ഇല്ല. പുതിയ യെരൂശലേം എന്നുള്ള വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. So very clearly, the man of God was able to see 3 distinct places in heaven. ആ ദൈവപുരുഷന് വളരെ വ്യക്തമായി തന്നെ സ്വർഗത്തിലെ 3 സ്ഥലങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. He saw a new earth. താൻ ഒരു പുതിയ ഭൂമി കാണുന്നു. He saw a new heaven. ഒരു പുതിയ ആകാശം കാണുന്നു. And also very clearly he saw the holy city, New Jerusalem. അതുപോലെ തന്നെ വളരെ വ്യക്തമായി താൻ പുതിയ യെരൂശലേം എന്നുള്ള വിശുദ്ധ നഗരത്തെയും കാണുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. And in the tabernacle of Moses, as we have already mentioned, we see 3 places. നാം നേരത്തെ കേട്ടതുപോലെ മോശയുടെ സമാഗമന കൂടാരത്തിലുള്ള 3 സ്ഥലങ്ങൾ നാം ഏതാണെന്ന് കേൾക്കുകയുണ്ടായല്ലോ. The outer court is a type of the new earth. പ്രാകാരം എന്നുള്ളത് പുതിയ ഭൂമിക്ക് നിഴലാകുന്നു. The holy place is a type of the new heaven. വിശുദ്ധ സ്ഥലം എന്നുള്ളത് പുതിയ ആകാശത്തിന്റെ നിഴലാകുന്നു. The most holy place, or the holy of holies, is a type of the new Jerusalem. അതിവിശുദ്ധ സ്ഥലം എന്നുള്ളത് പുതിയ യെരൂശലേമിന്റെ നിഴലാകുന്നു. And of course, in New Jerusalem, there is a holy mountain, the mountain of God's holiness, Mount Zion. ആ പുതിയ യെരൂശലേമിൽ ദൈവത്തിന്റെ വിശുദ്ധിയുടെ പർവ്വതമാകുന്ന വിശുദ്ധ പർവ്വതമാകുന്ന സിയോൻ പർവ്വതവുമുണ്ട്. In the earthly tabernacle, only the high priest could go into the most holy place. ആ ഭൗമികമായ ആ സമാഗമന കൂടാരത്തില് മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. And he had to have certain qualifications to enter there. അവിടെ പ്രവേശിക്കുവാനും തനിക്ക് ചില യോഗ്യതകൾ വേണമായിരുന്നു. For us to be prepared for the coming of the Lord and to find access into New Jerusalem, we have to have certain divine qualities found in our lives. നാം കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതിനും ആ പുതിയ യെരൂശലേമിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമായി തീരേണ്ടതിനും നമ്മുടെ ജീവിതത്തിലും ചില ദൈവിക ഗുണങ്ങൾ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Now we are waiting for the second coming of the Lord Jesus Christ. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. And for us to be prepared for the second coming of Jesus Christ,
we need certain spiritual qualifications in our lives. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടതിനായി നമ്മുടെ ജീവിതത്തിൽ ചില ആത്മീക ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. For the high priest to enter the Holy of Holies in the tabernacle of Moses, he had to have certain spiritual qualifications in his life. ആ മോശയുടെ സമാഗമന കൂടാരത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന്റെ പ്രവേശനം സാധ്യമായി തീരണമെങ്കിൽ തന്റെ ജീവിതത്തിലും ചില ആത്മീക ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. Tonight, for our meditation from the Word of God, we are going to see 7 divine qualifications or the high priest to enter the Holy of Holies. ഇന്ന് രാത്രികാലം തിരുവചനത്തിൽ നിന്നും ആ മഹാപുരോഹിതന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടുന്നതായ 7 യോഗ്യതകളെ കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുകയാണ്. Because the Lord is preparing us for the Holy of Holies in the city of God called the Holy Jerusalem. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ നഗരത്തിലെ അതിവിശുദ്ധ സ്ഥലമാകുന്ന ആ പുതിയ യെരൂശലേം എന്നുള്ള സ്ഥലത്തേക്ക് പോകേണ്ടതിനാണ് ദൈവം നമ്മെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. And by the grace of God, the Lord has called the consecrated servants of God to dwell with God in that holy mountain, Mount Zion. ദൈവത്തിന്റെ കൃപയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കർത്താവിന്റെ വിശുദ്ധന്മാരെ ദൈവത്തിന്റെ ആ വിശുദ്ധ പർവ്വതമാകുന്ന സിയോനിൽ അവനോടുകൂടെ വസിക്കുവാൻ വേണ്ടിയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. Tonight our God dwells in Zion, and it is out of Zion that God is blessing all of us. ഇന്ന് രാത്രിയിലും ദൈവം സിയോനിൽ അധിവസിക്കുന്നു. ആ സിയോനിൽ നിന്ന് ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടുമിരിക്കുന്നു. Out of Zion, the perfection of beauty, God has shined. Even now, as we are seated in the presence of God, the blessings of Zion are coming upon us. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നാം ഇപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ആ സിയോനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടുമിരിക്കുന്നു. Now, let us one by one very briefly consider 7 qualifications of the high priest to enter the Holy of Holies. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ മഹാപുരോഹിതൻ ഉണ്ടായിരിക്കേണ്ടുന്നതായ ആ 7 യോഗ്യതകളെ കുറിച്ച് വളരെ പെട്ടെന്ന് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം. First of all, he had to be a circumcised Israelite. ഒന്നാമത് താൻ പരിച്ഛേദനയേറ്റ ഒരു ഇസ്രായേലിനായിരിക്കണമായിരുന്നു. In Ezekiel chapter 44 and verse 9 we read, യെഹെസ്കേൽ 44:9 നാം വായിക്കുമ്പോൾ, please read. ദയവായി വായിക്കാം. Ezekiel. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. Thus saith the Lord God, no stranger, uncircumcised in heart, no uncircumcised in flesh, shall enter into my sanctuary of any stranger that is among the children of Israel. No stranger uncircumcised in heart, no uncircumcised in flesh shall enter into my sanctuary, the Lord says. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായി യാതൊരു അന്യജാതിക്കാരും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. Now, from the word of God we understand circumcision speaks of true repentance. തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പരിച്ഛേദന എന്നുള്ളത് യഥാർത്ഥ മാനസാന്തരത്തെ കാണിക്കുന്നുവെന്നാണ്. Why is it that God demands repentance from man? എന്തുകൊണ്ടാണ് മനുഷ്യൻ മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നത്? When God created man, there was no sin in him. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനിൽ പാപം ഉണ്ടായിരുന്നില്ല. As we examine the word of God, we can see how lovingly God made man and placed him in the Garden of Eden. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ഏദൻ തോട്ടത്തിൽ ആക്കി വെക്കുകയും ചെയ്തത് എന്നുള്ളത് നാം കാണുന്നുണ്ട്. And he had responsibility and privileges in his life as he was in the garden. താൻ ആ തോട്ടത്തിലായിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളും ചില ഭാഗ്യങ്ങളും ദൈവം തനിക്ക് നൽകിയിരുന്നു. And
various fruit-bearing trees were in the garden. ആ തോട്ടത്തിൽ അനേക ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു. He could eat from all of those trees, but there was one tree called the tree of the knowledge of good and evil. God told him that you cannot eat from that particular tree. തനിക്ക് എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, എന്നാൽ നന്മ തിന്മകളുടെ തിരിച്ചറിവിനെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം എന്നൊരു അങ്ങനെ ഒരു വൃക്ഷമുണ്ട്, അതിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം അവനോട് ആവശ്യപ്പെട്ടിരുന്നു. God warned him saying, if you eat from that tree, surely you will die. ദൈവം അവന് മുന്നറിയിപ്പ് കൊടുത്തു, തിന്നുന്ന നാളിൽ നീ മരിക്കും. So, of course, the devil entered the Garden of Eden in the form of a serpent. തീർച്ചയായിട്ടും പിശാചൊരു പാമ്പിന്റെ രൂപത്തില് ഏദെൻ തോട്ടത്തിൽ പ്രവേശിച്ചു. And spoke lies first to Eve, and thus she was deceived. ആദ്യം ഹവ്വായോട് ഭോഷ്ക് പറയുകയും അവൾ വഞ്ചിക്കപ്പെട്ടു പോവുകയും ചെയ്തു. And she disobeyed the given commandment of God. ദൈവം നൽകിയതായ കൽപ്പനയെ അവൾ ലംഘിച്ചു. She ate the fruit of the forbidden tree. ആ വിലക്കപ്പെട്ട ഫലം അവൾ ഭക്ഷിച്ചു. Later we see Adam also ate from that tree. പിന്നീട് ആദാമും ആ വൃക്ഷഫലം തിന്നുന്നതായി നാം കാണുന്നു. So when man disobeyed the commandment of God, sin began to dominate his life. മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ പാപം വാഴുവാൻ തുടങ്ങി. The Bible says, all have sinned and come short of the glory of God. ബൈബിൾ പറയുന്നത് സകലരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. Man sinned against God and separated himself from God, and that is why he had to repent for his sins and come back to the presence of God. മനുഷ്യൻ പാപം ചെയ്തത് നിമിത്തമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ടാണ് മനുഷ്യൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു ദൈവത്തിന്റെ അടുക്കലേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. God always loved man. ദൈവം എല്ലായ്പ്പോഴും മനുഷ്യനെ സ്നേഹിച്ചു. Although man sinned against God, the plan of God concerning man never changed. മനുഷ്യൻ പാപം ചെയ്തു എങ്കിൽ തന്നെയും മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരിക്കലും മാറ്റം വന്നില്ല. And that is why God sent his beloved son, the Lord Jesus Christ, into this world. അതുകൊണ്ടാണ് ദൈവം തന്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. The word of God says, for God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. തിരുവചനം പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന. So now man has to repent for his sins. ഇപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ അവന്റെ പാപങ്ങളെ കുറിച്ച് അനുതപിക്കണം. As we have mentioned, circumcision speaks of real, genuine repentance. ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ പരിച്ഛേദന എന്നുള്ളത് യഥാർത്ഥമായ മാനസാന്തരത്തെ കാണിക്കുന്നു. In Romans chapter 2 and verses 28 and 29 we read, റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ, for he is not a Jew which is one outwardly, neither is that circumcision which is outward in the flesh. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. But he is a Jew which is one inwardly, and circumcision is that of the heart, in the spirit, and not in the letter, whose praise is not of men but of God. അകമേ യഹൂദനായനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. Glory be to God. ദൈവത്തിന് മഹത്വം. I believe, if not all, most of us seated here have repented for our sins and received the Lord Jesus Christ into our lives. ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും അല്ലെങ്കിലും ബഹുഭൂരിപക്ഷവും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടുകയും കർത്താവായ യേശുക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. When we repent for our sins, then the precious blood of Jesus Christ would cleanse us
from all uncleanness and unrighteousness. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നാം അനുതപിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. We should confess our sins with real repentance in our hearts. നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ അനുതാപത്തോടുകൂടി നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയണം. There should be a real pain in our spirit because we have grieved our holy God. നമ്മുടെ വിശുദ്ധനായ ദൈവത്തെ നാം ദുഃഖിപ്പിച്ചു പോയല്ലോ എന്നുള്ളൊരു യഥാർത്ഥ ദുഃഖം നമ്മുടെ അകത്ത് കാണപ്പെടണം. So when we come with that attitude, humble attitude, with a broken spirit and confess our sins, then the Lord Jesus Christ would cleanse us from all our sins. Thus our sins will be forgiven and our names will be written in heaven. As a result, we will have the assurance of salvation in our lives. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള താഴ്മയുള്ള ഒരു മനോഭാവത്തിലേക്ക് നാം കടന്നുവന്ന് തകർന്നതായ ഒരു ഹൃദയത്തോടുകൂടി നമ്മുടെ പാപത്തെ നാം ഏറ്റുപറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ മോചിക്കുകയും അവന്റെ അവൻ നമ്മുടെ പേര് അവന്റെ ജീവപുസ്തകത്തിൽ എഴുതുകയും അത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ച് തന്നു എന്നുള്ളതായ ഒരു യഥാർത്ഥ ഉറപ്പ്, ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയും ചെയ്യും. Jesus means Savior. യേശു എന്നതിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. For he shall save his people from their sins. അല്ലെങ്കിൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. If there is anybody seated here who has not yet received Christ into your life, Jesus Christ into your life as your personal Savior and Lord, this is a golden opportunity for you to come to Christ. If you come to Him with repentance and confess your sins, the Lord will forgive you and cleanse you with His precious blood. Thus, you can become a member of the family of God. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ അവസരമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ അനുതാപത്തോടുകൂടി അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളുടെ സകല പാപവും പോക്കി അവൻ നിങ്ങളെ ശുദ്ധീകരിക്കുകയും അപ്രകാരം ആ യേശുക്രിസ്തുവിന്റെ ആ ദൈവീക കുടുംബത്തിലെ ഒരു അംഗമായി നിങ്ങൾക്ക് തീരുവാൻ കഴിയുകയും ചെയ്യും. There is tremendous power in the precious blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിൽ വളരെയധികം ശക്തിയുണ്ട്. And it is only the blood of Christ that can remove sins from our lives. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ നീക്കിക്കളയുവാൻ കഴിവുള്ളത് യേശുവിന്റെ രക്തത്തിന് മാത്രമാണ്. Glory be to God. ദൈവത്തിന് മഹത്വം. Tonight the blood of Christ is available to all of us that we might be cleansed and washed so that we can be found as clean vessels in the house of God. നാം കഴുകപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ദൈവഭവനത്തിലെ ശുദ്ധിയുള്ള പാത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ രക്തം ഇവിടെ ലഭ്യമാണ്. Glory be to God. ദൈവത്തിന് മഹത്വം. So the high priest had to be a circumcised Israelite. മഹാപുരോഹിതൻ ഒരു പരിച്ഛേദനയേറ്റ ഇസ്രായേല്യനായിരിക്കണം. This speaks of the born again experience in the New Testament. ഇത് പുതിയ നിയമത്തിലെ വീണ്ടും ജനനത്തെ കാണിക്കുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. Secondly, he had to be a priest washed and clothed at the laver. ഈ രണ്ടാമത് താൻ ആ താമ്രത്തൊട്ടിയുടെ അടുക്കൽ വന്ന് കഴുകപ്പെടുന്നതും വസ്ത്രം പൗരോഹിത വസ്ത്രം ധരിച്ചതുമായ ഒരു പുരോഹിതനായിരിക്കണം. The New Testament parallel is water baptism. പുതിയ നിയമത്തിലെ താമ്രത്തൊട്ടി എന്നുള്ളത് ജലസ്നാനത്തെയാണ് കാണിക്കുന്നത്. In Exodus chapter 29 verses 4 and 5, we read how the priest had to be washed at the laver. പുറപ്പാട് പുസ്തകം 29 അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് പുരോഹിതനെ ആ താമ്രത്തൊട്ടിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കഴുകുന്നത് എന്ന് നാം വായിക്കുന്നുണ്ട്. It says, and Aaron and his sons thou shalt bring unto the door of the tabernacle of the congregation and shall wash them with water. അവിടെ വായിക്കുന്നത് അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം. So this speaks of obeying the Lord in the truth of
water baptism. ഇത് ദൈവത്തെ ജലസ്നാനത്തിൽ അനുസരിക്കുന്നതിനെ കാണിക്കുന്നു. We know from the word of God to set an example for all of us. The Lord Jesus Christ obeyed the Father in the waters of baptism in the river Jordan. നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു പിതാവിനെ യോർദാൻ നദിയിലുള്ള ജലസ്നാനത്തിൽ കൂടി അനുസരിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. Water baptism is the counsel of God. ജലസ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയാണ്. In water baptism, we put off the deeds of the old man, and at the same time we put on the divine natures of Jesus Christ. ജലസ്നാനത്തിൽ പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ നാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുയേശുവിന്റെ ആ പുതിയ മനുഷ്യന്റെ പ്രവൃത്തികളെ ധരിക്കുകയാണ്. And also we are clothed with the robe of righteousness as we obey the Lord in the waters of baptism. ജലസ്നാനത്തിൽ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മെ നീതിയുടെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. In Galatians chapter 3 and verse 27 we read, ഗലാത്യ ലേഖനം 3:27 വാക്യത്തിൽ, For as many of you as have been baptized into Christ have put on Christ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. So here we see the preciousness of obeying the Lord in the waters of baptism. ജലസ്നാനത്തിൽ ദൈവത്തെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം നമുക്ക് അവിടെ കാണാം. So in water baptism, as I have just mentioned, we put off the deeds of the old man, and at the same time we put on the divine natures of Jesus Christ. നാം ജലസ്നാനത്തിൽ അതുകൊണ്ട് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുകയും യേശുക്രിസ്തുവിന്റെ ദൈവിക സ്വഭാവങ്ങളോടുകൂടി നാം അവനെ ധരിക്കുകയും ചെയ്യുന്നു. When we receive the born again experience, or when we are saved, we are delivered from the dominion of sins. നാം വീണ്ടും ജനിക്കുമ്പോൾ അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടുന്നു. But only when we obey the Lord in the waters of baptism, we are delivered from the inherent Adamic natures. എന്നാൽ നാം ജലസ്നാനത്തിൽ ദൈവത്തെ അനുസരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പ്രകൃതി ഉള്ള ആ ജന്മ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. So there should be a deliverance from Adamic natures in our lives. നമ്മുടെ ജീവിതത്തിലുള്ള ആ ആദാമ്യ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കണം. Water baptism is the counsel of God. ജലസ്നാനം ദൈവത്തിന്റെ ആലോചനയാണ്. In Ephesians chapter 4 and verse 22 we read, എഫേസ്യ ലേഖനം 4:22 വാക്യത്തിൽ വായിക്കുന്നത്, He put off concerning the former conversation the old man which is corrupt according to the deceitful lust. Ephesians 4:22. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. Then in verse 24 we read, and that he put on the new man which after God is created in righteousness and true holiness. 24 വാക്യത്തിൽ വായിക്കുമ്പോൾ നാം ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. So to put on Christ means to put on the divine natures of Christ, such as meekness, gentleness, etc. നാം ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിന്റെ സൗമ്യത, താഴ്മ മുതലായ ദൈവിക സ്വഭാവങ്ങളെ ധരിക്കുക എന്നുള്ളതാണ്. And as we put on the divine natures of Christ, a deliverance from corrupt Adamic natures will take place. നാം ക്രിസ്തുവിന്റെ ആ ദൈവിക സ്വഭാവങ്ങളെ ധരിക്കുമ്പോൾ ആദാമ്യമായ ആ നശിച്ചു പോകുന്ന ദ്രവത്വമുള്ള സ്വഭാവങ്ങളിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കും. So in water baptism we are buried together with the Lord Jesus Christ, ജലസ്നാനത്തിൽ നാം യേശു ക്രിസ്തുവിനോട് ചേർത്ത് അടക്കപ്പെടുന്നു. so that we can walk in newness of life. നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് Glory be to God. ദൈവത്തിന് മഹത്വം. So even as the high priest
had to be washed at the laver. In the New Testament, we should be washed in the waters of baptism. മഹാപുരോഹിതനെ താമ്രത്തൊട്ടിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കഴുകുന്നത് പോലെ പുതിയ നിയമത്തില് ജലസ്നാനത്തിൽ നാം കഴുകി ശുദ്ധീകരിക്കപ്പെടണം. If there is anybody seated here who has not yet taken water baptism, tonight the Lord is encouraging you and counseling you to take water baptism as early as possible, so that you can obey the counsel of God, so that you can receive the blessings of God in your life. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ജലസ്നാനം സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ജലസ്നാനം സ്വീകരിക്കുവാൻ വേണ്ടി. അങ്ങനെ ദൈവത്തിന്റെ ആലോചന അനുസരിക്കുന്നവരായി തീരുകയും അത് നിമിത്തം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി തീരുവാനും നിങ്ങൾക്ക് കഴിയും. For us to enter into God's kingdom, we must be born again, and also we must be born of water. ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കേണ്ടതിന് നാം വീണ്ടും ജനിക്കുകയും വെള്ളത്താൽ ജനിക്കുകയും ചെയ്തവരായിരിക്കണം. When we are born again, we are able to see the kingdom of God, but only when we are born of water and the Spirit of God, we will have access into God's kingdom, or we can enter the kingdom of God. നാം വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയും. എന്നാൽ നാം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുമ്പോൾ മാത്രമാണ് ഉള്ളിലേക്കുള്ള നമ്മുടെ പ്രവേശനം സാധ്യമായി തീരുക. Glory be to God. ദൈവത്തിന് മഹത്വം. Now let us consider the third qualification of the high priest to enter the Holy of Holies. ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ വേണ്ടി മഹാപുരോഹിതൻ ഉണ്ടായിരിക്കേണ്ടത് മൂന്നാമത്തെ യോഗ്യതയെക്കുറിച്ച് നമുക്ക് നോക്കാം. After being washed at laver, he had to be anointed with holy oil. താൻ താമ്രത്തൊട്ടിയുടെ അടുക്കൽ കൊണ്ടുവന്ന് തന്നെ കഴുകിയതിനു ശേഷം താൻ അഭിഷേക തൈലം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യപ്പെടണം. Let us read Exodus chapter 40 and verse 13. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കാം. എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അവന്റെ പുത്രന്മാരെ വരുത്തി അങ്കി ധരിപ്പിച്ച്, And thou shalt put upon Aaron the holy garments and anoint him and sanctify him. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിച്ച് എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. So without the anointing there was no ministry. അഭിഷേകം കൂടാതെ ഒരു ശുശ്രൂഷയുമില്ല. So for him to minister in the priest's office, he had to be anointed with oil. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അഭിഷേക തൈലത്താൽ താൻ അഭിഷേകം ചെയ്യപ്പെടണം. Now in the New Testament, we are anointed with the Spirit of God. നാം പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. So people of God who have been born again and born of water should be born of the Spirit of God. അതുകൊണ്ട് വീണ്ടും ജനിക്കുകയും വെള്ളത്താൽ ജനിക്കുകയും ചെയ്ത ദൈവമക്കൾ എല്ലാവരും ആത്മാവിനാലും ജനിക്കണം. The baptism of the Holy Spirit is the Father's promise to us. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നുള്ളത് നമ്മോടുള്ള പിതാവിന്റെ വാഗ്ദത്ത നിവൃത്തിയാണ്. The Lord Jesus Christ told the disciples to wait in Jerusalem until they be endued with power from on high. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. In Acts chapter 1 and verse 8, the Lord Jesus said, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, But ye shall receive power after that the Holy Ghost is come upon you, and ye shall be witnesses unto me both in Jerusalem and in all Judea and in Samaria and unto the uttermost part of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടവും സമറിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. And in the book of Acts chapter 2, we read how on the day of Pentecost the Spirit of God was poured out, and initially the 120 received the baptism of the Holy Spirit
with the evidence of speaking with tongues. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ എപ്രകാരമാണ് ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചതെന്നും ആ 120 പേർ ആദ്യമായി അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. When they came under the anointing of the Holy Spirit, we see how they could speak in tongues. As the Spirit gave them utterance, they spoke. അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വന്നപ്പോൾ അവരെങ്ങനെ അന്യഭാഷകൾ സംസാരിച്ചുവെന്നും പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങിയെന്നും നാം വായിക്കുന്നു. The baptism of the Holy Spirit is a heavenly experience. പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറയുന്നത് ഒരു സ്വർഗീയ അനുഭവമാണ്. How many of you have received the baptism of the Holy Spirit with the evidence of speaking with tongues? Can you raise up your hands? ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിച്ചവർ എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർ തങ്ങളുടെ കരമൊന്ന് ഉയർത്താമോ? Hallelujah! ഹല്ലേലൂയ! I still very vividly remember the night when the Spirit of God came upon my life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ ഇറങ്ങി വന്നതായ ആ രാത്രി ഞാൻ ഇന്നും വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. It was a beautiful experience. By the grace of God, that anointing is still upon me. ആ ദൈവത്തിന്റെ കൃപയാലുള്ള ഒരു മനോഹരമായ അനുഭവമായിരുന്നു. ഇന്നും ആ അഭിഷേകം എന്നിൽ വസിക്കുന്നു. And the people of God who have received the baptism of the Holy Spirit, every day you should speak in tongues and renew the anointing in your life. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവമക്കൾ എല്ലാ ദിവസവും അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ പുതുക്കണം. So this is very, very vitally important in our life. ഇത് വളരെ വളരെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമേറിയ ഒന്നാണ്. We can see how the disciples of the Lord, after the day of Pentecost, they had the practice of getting together and praying so that the anointing could be renewed in their lives. നാം യേശുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാരെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ അഭിഷേകത്തെ പുതുക്കേണ്ടതിന് ദിനംതോറും അവർ കൂടി വരുന്ന ആ അനുഭവത്തെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. In the book of Acts chapter 4 and verse 31, we see once as they were praying, the very place where they were praying was really literally shaken. നാം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് അവർ പ്രാർത്ഥിച്ചപ്പോൾ അക്ഷരീകമായി ആ സ്ഥലം കുലുങ്ങിയതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. To refresh our memory, shall we read that scripture in Acts chapter 4 and verse 31? നമ്മുടെ ഓർമ്മ പുതുക്കേണ്ടതിന് അപ്പോസ്തല പ്രവൃത്തി 4:31 വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. So here we can see how they prayed, the anointing came upon them, and the very place where they were sitting was really shaken. That means a mighty anointing came upon them. അത് ഇവിടെ നാം വായിക്കുമ്പോൾ അവര് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെ ഇറങ്ങിയെന്നോ അത് നിമിത്തം അവരിരുന്ന സ്ഥലം അക്ഷരീകമായി തന്നെ കുലുങ്ങിയെന്നോ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതായത് ഒരു വലിയ അഭിഷേകം അവരുടെ മേൽ ഇറങ്ങി. So dear children of God, in these days we need a greater anointing in our lives. പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ നമുക്കും അതുകൊണ്ടൊരു വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. Every day we should speak in tongues. എല്ലാ ദിവസവും നാം അന്യഭാഷകൾ സംസാരിക്കണം. Not only when we come for the meetings, even in our homes, or when we are driving, when we are doing things, we can really open our mouth and speak in tongues. Thus the anointing will be renewed in our life. നാം യോഗങ്ങൾക്ക് വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിലും നാം വാഹനം ഓടിക്കുമ്പോഴും നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആ അഭിഷേകത്തെ നമുക്ക് അങ്ങനെ പുതുക്കുവാനും കഴിയും. When the anointing is renewed, every yoke of the enemy shall be broken. നാം അഭിഷേകത്തെ പുതുക്കുമ്പോൾ ശത്രുവിന്റെ സകല നുകങ്ങളും തകർന്നു പോകും.
That is what the word of God says. The yoke shall be destroyed because of the anointing. അതാണ് തിരുവചനം പറയുന്നത്. അഭിഷേകത്താൽ നുകം തകർന്നു പോകും. Even tonight, as you give room for the anointing, every yoke of the enemy will be destroyed from your life. ഇന്ന് രാത്രിയിലും നിങ്ങൾ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ശത്രുവിന്റെ സകല നുകങ്ങളും തകർന്നു പോകും. The spirit of depression and discouragement will leave you as the anointing comes upon you. നിരാശയുടെയും അധൈര്യത്തിന്റെയും ആത്മാവ് അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ വിട്ടു മാറും. The spirit of backsliding will leave you when the power of God comes upon you. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുമ്പോൾ പിന്മാറ്റത്തിന്റെ ആത്മാവ് നിങ്ങളെ വിട്ടു മാറും. The Holy Spirit is spoken of as the Father's glory. That means when the glory of God comes upon you, every darkness will be dispelled from your life. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പിതാവിന്റെ മഹത്വം അല്ലെങ്കിൽ തേജസ് എന്നാണ് പറയപ്പെടുന്നത്. ആ ദൈവ തേജസ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ സകല ഇരുട്ടും നിങ്ങളെ വിട്ടു മാറും. But if we don't give room for the anointing, then we will begin to walk in darkness. നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഇടം കൊടുക്കുന്നില്ല എങ്കിൽ നാം ഇരുട്ടിൽ നടക്കുവാൻ തുടങ്ങും. That should not happen to us. അത് നമുക്ക് സംഭവിക്കരുത്. Jesus is coming very soon. യേശു വേഗം വരുന്നു. And therefore, let our anointing be renewed in our life. അതുകൊണ്ട് നമ്മുടെ അഭിഷേകത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുതുക്കാം. And we thank God and praise God for the anointing of the Holy Ghost. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി നാം എല്ലാം ചേർന്ന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. Hallelujah, 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 hallelujah. Thank you, Lord. Hallelujah. ഹല്ലേലൂയ. So let us continue to be filled with the Holy Ghost. നാം ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കാം. So the high priest had to be anointed to enter the Holy of Holies. ആ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കേണ്ടതിന് മഹാപുരോഹിതനെ അഭിഷേകം ചെയ്യണം. For us to enter Zion and New Jerusalem, this anointing should continue to remain in us. Not only that, our anointing should continue to increase and transform our character so that we can be just like our Jesus at his coming. നാം സിയോനിലും യെരൂശലേമിലും പ്രവേശിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിൽ വസിക്കണം എന്നുള്ളത് മാത്രമല്ല, നാം യേശുവിന്റെ അതേ സ്വഭാവമുള്ളവരായി മാറേണ്ടതിനായി അവന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരികയും ചെയ്യണം. Fourthly, he had to be a Levite separated unto God. നാലാമത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ലേവ്യനായിരിക്കണം അവൻ. So the high priest had to be from the tribe of Levi, separated unto God to do his will. അതായത് മഹാപുരോഹിതൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കണം. Shall we please read in Malayalam only, Deuteronomy chapter 10 verse 8. മലയാളത്തിൽ മാത്രം ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപെട്ടകം ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. So the high priest had to be separated unto God. മഹാപുരോഹിതൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായിരിക്കണം. The New Testament parallel is a life of separation. പുതിയ നിയമം അതൊരു വേർപാട് ജീവിതത്തെയാണ് കാണിക്കുന്നത്. And this doctrine concerning separation is a very, very important doctrine found in the scriptures. നാം ഈ വേർപാടിനെ കുറിച്ചുള്ള ഉപദേശം എന്നുള്ളത് തിരുവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. This message is very important because on the day of Pentecost itself, when the church was born, this message, this doctrine concerning separation was given. ഈ വേർപാടിനെ കുറിച്ചുള്ള ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഭൂമിയിൽ സഭ ഉരുവായ ആദ്യ ദിവസം തന്നെ ഈ വേർപാടിനെ കുറിച്ചുള്ള സന്ദേശം അവർക്ക് നൽകപ്പെട്ടു. On the day of Pentecost, various exhortations were given, and not all those exhortations are recorded in the scripture. പെന്തക്കോസ്ത് നാളിൽ അല്ലെങ്കിൽ ആ സഭ ഉരുവായ ആ ദിവസം അനേക പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. But the message concerning separation is recorded in the holy word of God. എന്നാൽ ദൈവത്തിന്റെ തിരുവചനത്തിലെ വേർപാടിനെ കുറിച്ചുള്ള ഉപദേശം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. In Acts chapter 2 and verse 44, we read, and with many other words
did he testify and exhort, saying, save yourselves from this untoward generation. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തില് മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. Save means separate. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക അല്ല വേർപിരിയുക എന്നാണ്. Untoward means perverse or wicked. വക്രതയുള്ളതാ എന്ന് പറയുമ്പോൾ വളഞ്ഞത് അല്ലെങ്കിൽ ദുഷ്ടത നിറഞ്ഞത് എന്നാണ് അർത്ഥം. So save yourselves from this untoward generation means separate yourselves from this wicked, perverse generation. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വളഞ്ഞ അല്ലെങ്കിൽ ദുഷ്ടത നിറഞ്ഞ ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ വേർപെടുവിൻ എന്നാണ്. Dear children of God, tonight by the word of the Lord I want to remind all of us that we are in the world but we are not of the world. ഇന്ന് രാത്രികാലം തിരുവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാം ലോകത്തിൽ ആണ് വസിക്കുന്നത്, പക്ഷേ ലോകക്കാരല്ല. So our children, our young people, parents, even the servants of God, we all should be reminded once again that although we are in this world, we don't belong here, we belong to God's holy kingdom. നമ്മുടെ കുഞ്ഞുങ്ങള്, നമ്മുടെ മുതിർന്നവര്, നാം ശുശ്രൂഷകർ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ തന്നെയും ഈ ലോകത്തിനുള്ളവരല്ല, ദൈവരാജ്യത്തിനുള്ളവരാണ്. Now as we are drawing nigh to the coming of the Lord, we can see how there is a great increase in technology. Knowledge has rapidly increased. നാം കർത്താവിന്റെ വരവിനോട് അടുത്തു വരുന്തോറും എങ്ങനെയാണ് സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിക്കുന്നത് എന്നും അറിവ് വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ് എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. And now we have easy access to internet. Almost everybody has phones. Many they once have iPhones. These are not evil things, but if we misuse them, these things can corrupt our minds and the spirit of the world will begin to dominate our lives. നാം ഇന്ന് എല്ലാവർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ സാധ്യമാണ്. എല്ലാവർക്കും തന്നെ മൊബൈൽ ഫോൺ ഉണ്ട്, പലർക്കും ഐഫോൺ ഉണ്ട്. ഇതൊന്നും തിന്മയല്ല, ദോഷമായതല്ല. പക്ഷേ ഇതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അത് നിമിത്തം നമ്മുടെ മനസ്സ് അശുദ്ധമാകുവാൻ, മലിനപ്പെടുവാൻ സാധ്യതയുണ്ട്. We have to be extremely careful about using all these electronic gadgets. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെയും ഉപയോഗിക്കുന്നതിൽ നാം അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം. Sometimes we spend a lot of time doing various things on the internet or spending time using a lot of time using the phone. നാം ഒരുപക്ഷെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം പല മണിക്കൂറുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ അധിക സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നവരായിരിക്കാം. And if we are not careful, the devil will steal our precious time. നാം ശ്രദ്ധാലുക്കളാകുന്നില്ല എങ്കിൽ പിശാച് നമ്മളുടെ വിലയേറിയ സമയത്തെ മോഷ്ടിക്കും. The Lord Jesus Christ said, my house shall be called the house of prayer for all nations, but you have made it a den of thieves. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, എന്നാൽ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. And the thief comes not to steal any cheap things. He comes to steal precious things. Can you find anything more precious than time? കള്ളൻ വരുന്നത് എന്തെങ്കിലും നിസാര വസ്തുക്കൾ മോഷ്ടിക്കുവാനല്ല, വിലയേറിയത് മോഷ്ടിക്കുവാനാണ്. സമയത്തേക്കാൾ വിലയേറിയ മറ്റെന്തെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുമോ? And the devil can steal our time, time of prayer, time of reading the scriptures, etc. പിശാച് നമ്മുടെ സമയം മോഷ്ടിക്കുന്നു, അതായത് പ്രാർത്ഥിക്കുവാനും തിരുവചനങ്ങൾ വായിക്കുവാനുമുള്ള സമയത്തെ മോഷ്ടിക്കുന്നു. So I plead with you in the name of Jesus Christ, be careful. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. Jesus is coming very, very soon. Therefore, let us continue to live a life of separation in this perverse and wicked generation. യേശുക്രിസ്തു അതിവേഗം വരുന്നു. അതുകൊണ്ട് നാം ഈ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ മധ്യത്തിൽ നാം ഒരു വേർപാട് ജീവിതം നയിക്കാം. There has to be a separation
in life and also in doctrine. ജീവിതത്തിലും ഉപദേശത്തിലും വേർപാടുണ്ടായിരിക്കണം. We cannot simply follow the fashions and the systems of the people of this world. ഈ ലോകത്തിന്റേതായിട്ടുള്ള ഇമ്പങ്ങളും അതിന്റെ വ്യവസ്ഥകളും എല്ലാം നമുക്ക് വെറുതെ അനുകരിക്കുവാൻ കഴിയുകയില്ല. And also we should not corrupt our minds with erroneous doctrines. ദുരുപദേശങ്ങളാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മലിനമാക്കുകയും അരുത്. Sometimes you can hear a message, but if the preacher makes one wrong statement, that wrong statement is enough to corrupt your mind. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രസംഗം ദൂത ശ്രവിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വ്യക്തി ഒരു തെറ്റായ പ്രസ്താവന ഒരേ ഒരു വാക്ക് ഒരു പ്രസ്താവന നടത്തിയുള്ളെങ്കിലും ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കുവാൻ പര്യാപ്തമാണ്. And that is why we should be very, very careful about what we are reading, what we are listening to. അതുകൊണ്ട് നാം എന്താണ് വായിക്കുന്നത്, എന്താണ് ശ്രവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ കരുതലുള്ളവരായിരിക്കണം. We should continue in the doctrine of God. നാം ദൈവത്തിന്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. Doctrines come from the heart of God. ഉപദേശം ദൈവ ഹൃദയത്തിൽ നിന്ന് വരുന്നു. It originated in the heart of our Holy Father. നമ്മുടെ വിശുദ്ധ പിതാവിന്റെ ഹൃദയത്തിലാണ് അത് ഉരുവായത്. We will not read all the verses, but in Titus chapter 2 verse 10, തീത്തോസ് 2:10 വായിക്കുമ്പോൾ എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ സമയമില്ല. John chapter 7 verses 16 and 17, യോഹന്നാൻ 7:16-17 വാക്യങ്ങളിൽ here we read about the doctrine of God. ഇവിടെ നാം ദൈവത്തിന്റെ ഉപദേശത്തെ കുറിച്ച് വായിക്കുന്നു. The doctrine of God or the word of God is very, very pure. ദൈവത്തിന്റെ ഉപദേശം അല്ലെങ്കിൽ തിരുവചനം വളരെ വളരെ ശുദ്ധമാണ്. If the doctrine is corrupt, then it will not produce any godliness in our lives. ആ ഉപദേശം അത് തെറ്റായി തീരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ദൈവീകവും ഉളവാക്കുകയില്ല. So we should continue in the doctrine of God. നാം അതുകൊണ്ട് ആ ദൈവിക ഉപദേശത്തിൽ നിലനിൽക്കണം. And the doctrine of God was given to his son Jesus Christ. Thus it became the doctrine of Christ. ആ ഉപദേശം ദൈവപുത്രനായി യേശുക്രിസ്തുവിന് നൽകി. അത് നിമിത്തം അത് ക്രിസ്തുവിന്റെ ഉപദേശമായി. In 2 John verses 9 and 10, we read about the doctrine of Christ. 2 യോഹന്നാൻ 9-10 വാക്യങ്ങളിൽ നാം ക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ച് വായിക്കുന്നു. And the doctrine of Christ was given to the apostles. That is how today we have apostolic doctrines. ക്രിസ്തുവിന്റെ ഉപദേശം അപ്പോസ്തലന്മാർക്ക് നൽകപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അപ്പോസ്തോലിക ഉപദേശമുള്ളത്. Tonight, with all humility of heart, we want to say that we are sharing with you the apostolic doctrines. ഇന്ന് സകല ഹൃദയ താഴ്മയോടും കൂടെ ഞാൻ പറയട്ടെ, അപ്പോസ്തോലിക ഉപദേശമാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. Shall we read Acts chapter 2 and verse 42? അപ്പോസ്തല പ്രവൃത്തി 2:42 വായിക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. So we should continue in the doctrines of the apostles. അതുകൊണ്ട് നാം അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിലനിൽക്കണം. Today also God has established and ordained apostles in the church. We should be submitted to them and the doctrines that they share with us. ഇന്നും ദൈവം ദൈവസഭയിൽ അപ്പോസ്തലന്മാരെ നിയമിച്ചിട്ടുണ്ട്. നാം അവർക്കും അവർ നൽകുന്ന ഉപദേശത്തിന് അപ്പോസ്തലിക ഉപദേശത്തിനും കീഴ്പ്പെട്ടിരിക്കണം. And in these last days there should be a revival of doctrines. ഈ അന്ത്യനാളുകളിൽ ഉപദേശത്തിന്റെ ഒരു പുതുക്കമുണ്ടാകണം. There should be a revival of doctrines concerning separation, വേർപാടിനെ കുറിച്ചുള്ള ഉപദേശത്തിൽ ഒരു പുതുക്കമുണ്ടാകണം. entire sanctification, സമ്പൂർണ്ണ വിശുദ്ധീകരണം, overcoming life, ജയജീവിതം, perfection, സമ്പൂർണത, consecrated ministry, പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷ, the second coming of Christ, ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, and heavenly inheritances. അതുപോലെ സ്വർഗീയ അവകാശങ്ങളും. And tonight, dear child of God, if the Lord is speaking to you to come out and serve the Lord, obey the call of God, the grace of God will be sufficient for you. പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം ദൈവം നിന്നോട് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തു വരുവാൻ ആവശ്യപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന്റെ വിളിക്ക് നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. അവന്റെ കൃപ നിനക്ക് തന്നു നിന്നെ സൂക്ഷിക്കും. I grew up in this faith.
ഞാൻ ഈ വിശ്വാസത്തിലാണ് ജനിച്ചു വളർന്നത്. But I never thought about becoming a servant of God. എന്നാൽ ഒരിക്കലും ഒരു കർത്തൃശുശ്രൂഷകനാകുന്നതിനെ കുറിച്ച് എനിക്കൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. But it was in the heart of God that I should become His servant. എന്നാൽ ഞാൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാകണം എന്നുള്ളത് ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. And the Lord spoke to me, visited me, anointed me, and He gave me a loving command to me to serve Him. ദൈവം എന്നെ സന്ദർശിച്ചു, എന്നോട് സംസാരിച്ചു, എന്നെ അഭിഷേകം ചെയ്തു. അവന്റെ ശുശ്രൂഷനാകുവാനുള്ള സ്നേഹത്തോടെയുള്ള ഒരു കൽപ്പന അവൻ എനിക്ക് നൽകുകയും ചെയ്തു. I thank the Lord for this great privilege of serving the Lord, being with the precious servants of God. വിലയേറിയ കർത്തൃശുശ്രൂഷകരോട് ചേർന്ന് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന ഭാഗ്യത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I am extremely happy that I am in the company of the saints of God. I am in the company of the apostles and prophets. വിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും കൂട്ടായ്മയിൽ സഹവാസത്തിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. Glory be to God. ദൈവത്തിന് മഹത്വം. So the high priest had to be a Levite, separated unto God. മഹാപുരോഹിതൻ കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ലേവ്യനായിരിക്കണം. For us to enter the Holy of Holies, for us to be prepared for Mount Zion and New Jerusalem, we should continue to live a life of separation while we are here on this earth. നമുക്ക് ആ വിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിക്കേണ്ടതിന്, ആ സിയോനിൽ യെരൂശലേമിൽ പ്രവേശനം നമുക്ക് സാധ്യമാകേണ്ടതിന് നാം ഒരു വേർപാട് ജീവിതം തുടർന്നും നയിച്ചുകൊണ്ടിരിക്കണം. We should be separated from sin and sinners. നാം പാപത്തിൽ നിന്നും പാപികളിൽ നിന്നും We വേർപെട്ടിരിക്കണം. should be separated from the world and from the spirit of the world or worldliness. നാം ലോകത്തിൽ നിന്നും ലോകത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ലൗകികത്തിൽ നിന്നും വേർപെട്ടിരിക്കണം. And also we should be separated from self and carnality. നാം സ്വയത്തിൽ നിന്നും ജഡത്തിൽ നിന്നും വേർപെട്ടിരിക്കണം. Glory be to God. ദൈവത്തിന് മഹത്വം. Everything is possible by the grace of God. സകലവും ദൈവ കൃപയാൽ സാധ്യമാണ്. In these days of convention, let us receive abundance of grace so that we can be obedient to the counsel of God. നമുക്ക് ദൈവത്തിന്റെ ആലോചന അനുസരിക്കേണ്ടതിന് ഈ കൺവെൻഷൻ നാളുകൾ നമുക്ക് കൃപയുടെ സമൃദ്ധി പ്രാപിക്കുന്നവരായി തീരാം. The law was given by Moses, but grace and truth came by Jesus Christ. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. As we humble our hearts, the Lord will fill us with a new anointing and new grace. നമ്മുടെ ഹൃദയത്തെ നാം താഴ്ത്തുമ്പോൾ ദൈവം നമ്മെ പുതിയ അഭിഷേകത്താലും പുതിയ കൃപയാലും നിറയ്ക്കും. As fresh anointing and new grace comes upon us, it will be easy for us to say yes to the Lord. നമ്മുടെ മേൽ പുതിയ കൃപയും അഭിഷേകവും ഇറങ്ങി വരുമ്പോൾ യേശുവിനോട് അതെ എന്ന് പറയുവാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. Shouting grace, grace, let us go forward. കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. Glory be to God. ദൈവത്തിന് മഹത്വം. Fifthly, അഞ്ചാമതായി he had to be separated and chosen from among the priests in order to be high priest as the firstborn among men. താൻ മനുഷ്യരുടെ ഇടയിൽ ആദ്യ ജാതനാകേണ്ടതിനായിട്ട് പുരോഹിതന്മാരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമായിരിക്കണം. Aaron was the first high priest. അഹരോൻ ആയിരുന്നു ആദ്യത്തെ മഹാപുരോഹിതൻ. The continuity of the priesthood was maintained by the succession of eldest sons. ആ പൗരോഹിത്യം, മഹാപൗരോഹിത്യം എന്നുള്ളത് മൂത്ത പുത്രന്മാർക്ക് പിന്തുടർച്ച അവകാശമായി നൽകിയിരുന്നതാണ്. In Numbers chapter 2, verses 2 to 5, as we read, we can see the sons of Aaron. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അഹരോന്റെ പുത്രന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. And Nadab was the firstborn of Aaron. അഹരോന്റെ ആദ്യജാതൻ നാദാബായിരുന്നു. And here we read how Nadab and Abihu died before the Lord when they offered strange fire before the Lord. ദൈവത്തിന്റെ മുമ്പാകെ അന്യാഗ്നി ജ്വലിപ്പിച്ചതുകൊണ്ട് നാദാബും അബീഹുവും മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. Then Eleazar and Ithamar ministered in the priest's office in the sight of Aaron their father. അതിനുശേഷം ഏലിയാസറും ഈഥാമറും അഹരോന്റെ മുമ്പാകെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു.
then we see in Numbers chapter 20 and verse 28, സംഖ്യാപുസ്തകം 20:28 നാം വായിക്കുമ്പോൾ, and Moses stripped Aaron of his garments and put them upon Eleazar his son. മോശ അഹരോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ ഏലയാസറിനെ ധരിപ്പിച്ചു. So when Aaron died, that responsibility or that office of the high priest was given to Eleazar. അഹരോൻ മരിച്ചപ്പോൾ ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളത് ഏലയാസറിന് നൽകപ്പെട്ടു. Praise be to God. ദൈവത്തിന് മഹത്വം. In the New Testament parallel, we are known as the church or the firstborn. നാം പുതിയ നിയമത്തില് ആദ്യജാതന്മാരുടെ സഭ എന്നാണ് അറിയപ്പെടുന്നത്. When we are born again, born of water and born of the Spirit of God, we become the firstborn, the church or the firstborn. നാം വീണ്ടും ജനിക്കുകയും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുകയും ചെയ്യുമ്പോൾ ആദ്യജാതന്മാരുടെ സഭയായി തീരുന്നു. In Hebrews chapter 12 and verses 22 and 23 we read, എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, but ye are come unto Mount Zion and unto the city of the living God, the holy Jerusalem, and to an innumerable company of angels, to the general assembly and church of the firstborn, which are written in heaven, and to God the judge of all, and to the spirits of just men made perfect. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളും അടുക്കിലേക്ക് അത്രേ നാം വന്നിരിക്കുന്നത്. So now we have become the church or the firstborn. നാം ഇപ്പോൾ ആദ്യജാതന്മാരുടെ സഭയായി തീർന്നിരിക്കുന്നു. Now when we study about the firstborn, they had certain privileges. ആദ്യജാതന്മാരെ കുറിച്ച് നാം നോക്കുമ്പോൾ അവർക്ക് ചില ഗുണങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. In Genesis chapter 49, we read about the firstborn of Jacob called Reuben. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബിന്റെ ആദ്യജാതനായ രൂബേനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. About Reuben we read, Reuben, thou art my firstborn, my might, and the beginning of my strength, the excellency of dignity, and the excellency of power. രൂബേനെ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. So, dear child of God, you need to be reminded of the blessings God has given you because you have become part of the church or the firstborn. ആദ്യജാതന്മാരുടെ സഭയുടെ അംഗമായി നിങ്ങൾ തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളെ ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. Reuben had might, strength, dignity and power. റൂബൻ എന്റെ വീര്യം എന്റെ ശക്തിയുടെ ആദ്യ ഫലവുമാകുന്നു. So dear ones, as we have become the church or the firstborn, we have might, we have strength, we have spiritual dignity, we have power. നാം ആദ്യജാതന്മാരുടെ സഭയായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വീര്യമുണ്ട്, ശക്തിയുണ്ട്, നമുക്ക് ആത്മീക വൈശിഷ്ട്യവുമുണ്ട്. So we should utilize these blessings in our lives. ഈ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിക്കണം. And we don't have to be afraid of Satan and demons. നാം പിശാചിനെയോ ഭൂതങ്ങളെയോ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. We don't have to be afraid of witches or witchcraft. നാം മന്ത്രവാദികളെയോ അല്ലെ മന്ത്രത്തെയോ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. Witches and witchcraft, such spirits should be afraid of the church or the firstborn. മന്ത്രവാദികൾ അല്ലെങ്കിൽ മന്ത്രവാദത്തിന്റെ ആ ആത്മാവ് അത് ദൈവസഭയെ കുറിച്ച് ആദ്യജാതന്മാരുടെ സഭയെ അവ ഭയപ്പെടണം. You don't have to be afraid of the faces of men. നിങ്ങൾ മനുഷ്യരുടെ മുഖം നോക്കി ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. The only fear that we ought to have in our lives is the fear of our God, which will enable us to live a holy life. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരേ ഒരു ഭയം ദൈവഭയമാണ്. അത് നമ്മെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സഹായിക്കും. So dear child of God, God has given you might. പ്രിയ ദൈവവൈതലേ, ദൈവം നിങ്ങൾക്ക് വീര്യം നൽകിയിരിക്കുന്നു. There is strength in you.
നിങ്ങളിൽ ശക്തിയുണ്ട്. The Lord has given you spiritual dignity. Keep it. ദൈവം നിങ്ങൾക്ക് ആത്മീക വൈശിഷ്ട്യം നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. God has given you power. ദൈവം നിങ്ങൾക്ക് ബലം നൽകിയിരിക്കുന്നു. And you don't have to be afraid of Satan or demons. നിങ്ങൾ പിശാചിനെയോ ഭൂതങ്ങളെ ഭയപ്പെടേണ്ട. Greater is he that is in you than he that is in the world. ലോകത്തിൽ ഉള്ളവനേക്കാൾ നിങ്ങളിൽ ഉള്ളവൻ വലിയവനാകുന്നു. Our God is a great God tonight. നമ്മുടെ ദൈവം ഒരു വലിയ ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Our God is the King of Kings and the Lord of Lords and the God of gods. നമ്മുടെ ദൈവം രാജാതി രാജാവ് കർത്താതി കർത്താവും ദൈവാധി ദൈവവുമാകുന്നു. Tonight we are the church of the firstborn. We have got might, we have got strength, we have got spiritual dignity. Yes, there is power in us. അതെ, നാം ഇന്ന് ആദ്യജാതന്മാരുടെ സഭയായി തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വീര്യമുണ്ട്, നമുക്ക് ശക്തിയുണ്ട്, ആത്മീക വൈശിഷ്ട്യമുണ്ട്, നമുക്ക് ബലവുമുണ്ട്. Let us go forward. നമുക്ക് മുമ്പോട്ട് പോകാം. Our God is with us. നമ്മുടെ ദൈവം നമ്മോട് If കൂടെയുണ്ട്. God be for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. Dear young people, the Lord is with you. യൗവനക്കാരെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. Dear parents, the Lord is with you and He is on your side. പ്രിയ മാതാപിതാക്കളെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ പക്ഷത്തുണ്ട്. Dear servants of God, be of good cheer tonight because our God is with us. പ്രിയ കർത്തൃ ശുശ്രൂഷകരെ, ധൈര്യപ്പെടുവേൻ, ദൈവം നമ്മോട് കൂടെയുണ്ട്. And no evil shall prevail in our life. നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രുവിനും ഒരു തിന്മയ്ക്കും നമ്മെ കീഴടക്കുവാൻ We കഴിയില്ല. are the church of the firstborn. നാം ആദ്യജാതന്മാരുടെ സഭയാണ്. We are marching forward in the strength of our God. നമ്മുടെ ദൈവത്തിന്റെ ബലത്താൽ നിറഞ്ഞു നാം മുന്നേറി പോകുന്നു. Nobody can stop us. ആർക്കും നമ്മെ തടവാൻ We കഴിയില്ല. are marching forward to Zion and New Jerusalem. Hallelujah. നാം സിയോനിലേക്കും യെരൂശലേമിലേക്കും മുന്നേറി പോകുന്നു. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Glory be to God. ദൈവത്തിന് മഹത്വം. Sixthly, ആറാമത്, he had to consecrate his right ear, his right thumb, and the great toe or his right foot to God. തന്റെ വലത് ചെവിയും വലത് കൈയുടെ പെരുവിരലും വലത് കാലിന്റെ പെരുവിരലും കർത്താവിന് വേണ്ടി അവൻ പ്രതിഷ്ഠിക്കണം, വേർതിരിക്കണം. He had to have a consecration to know and to do the will of God. ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാനും ചെയ്യുവാനുമായി തനിക്കൊരു പ്രതിഷ്ഠ ഉണ്ടായിരിക്കണം. Shall we quickly read Exodus chapter 29 and verse 20? പുറപ്പാട് 29:20 പെട്ടെന്ന് വായിക്കാം. ആട്ടുകൊറ്റനെ അറുത്ത് അതിന്റെ രക്തം കുറെ എടുത്ത് അഹരോന്റെ വലത്തെ കാതിനും അവന്റെ പുത്രന്മാരുടെ വലത്തെ കാതിനും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിനും വലത്തെ കാലിന്റെ പെരുവിരലിനും പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. The right ear speaks of hearing the voice of God. വലത് കാത് ദൈവശബ്ദം കേൾക്കുന്നതിനെ കാണിക്കുന്നു. The thumb or the right hand speaks of the works of faith. വലത് കൈയുടെ പെരുവിരൽ എന്നുള്ളത് വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ കാണിക്കുന്നു. The great toe of the right foot speaks of our walk with God. വലത് കാലിന്റെ പെരുവിരൽ എന്നുള്ളത് നാം ദൈവത്തോട് കൂടെ നടക്കുന്ന അനുഭവത്തെ കാണിക്കുന്നു. So, dear children of God, it is very important that we continue to hear the voice of God. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിന്റെ ശബ്ദം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. The Lord Jesus Christ said, "My sheep hear my voice, and I know them, and they follow me, and I give unto them eternal life." കർത്താവ് യേശുക്രിസ്തു പറയുകയുണ്ടായി, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. If we continue to hearing the voice of Jesus, then at the rapture we will be able to hear that trumpet call and be raptured to glory. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് ആ കാഹളനാദം ശ്രവിക്കുവാനും നമുക്ക് എടുത്തുകൊള്ളപ്പെടുവാനും കഴിയും. And also, as we are waiting for the coming of Jesus, we should have the works of faith. നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. The word of God says, "The just shall live by faith." തിരുവചനം പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. We all should continue to look to our God and also do the works of faith for the glory of God. നാം എല്ലാം കർത്താവിലേക്ക് നോക്കുകയും നാം ദൈവനാമ മഹത്വത്തിനായി വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യണം.
And also we should continue to walk with our God. നാം ദൈവത്തോട് കൂടെ തുടർച്ചയായി നടക്കണം. We walk not by sight but by faith. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. And when we fall ill, as we look to God, our Jesus will heal us. Glory to God. നാം രോഗികളാകുമ്പോൾ നമ്മുടെ കർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ അവൻ നമ്മെ സൗഖ്യമാക്കും. ദൈവത്തിന് മഹത്വം. Glory be to God. ദൈവത്തിന് മഹത്വം. So we need to surrender our bodies to God. നാം അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. So the high priest had to consecrate his right ear, and he had to consecrate his right thumb. He also had to consecrate his great toe of his right foot to God. മഹാപുരോഹിതൻ തന്റെ വലത്തെ കാതും വലത്തെ കൈയുടെ പെരുവിരലും വലത്തെ കാലിന്റെ പെരുവിരലും കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കണം. In the New Testament, we are exhorted to present our bodies a living sacrifice. പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഒരു ജീവനുള്ള യാഗമായി അർപ്പിക്കുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. In Romans chapter 12 and verse 1 we read, I beseech you therefore, brethren, by the mercies of God, that you present your bodies a living sacrifice, holy, acceptable unto God, which is your reasonable service. റോമാലേഖനം 12:1 വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. And time does not permit me to explain everything now. എല്ലാം ഇപ്പോൾ വിശദീകരിക്കുവാൻ സമയം But I അനുവദിക്കുന്നില്ല. want to encourage the people of God to preserve the purity of their body. ഞാൻ അതുകൊണ്ട് ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ചുകൊള്ളുവേ. Keep in mind that by the baptism of the Holy Spirit, we have become the temple of God, and the temple of God must be holy unto God. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നാം ദൈവത്തിന്റെ ആലയമായിരിക്കുന്നു. ദൈവത്തിന്റെ ആലയം ദൈവത്തിന് വിശുദ്ധമായിരിക്കണം. Let us not corrupt our body with immoral sins. നാം തെറ്റായ പാപങ്ങൾ നിമിത്തമായി നമ്മുടെ ശരീരത്തെ നാം അശുദ്ധമാക്കരുത്. Let us continue to preserve the purity of our body, so that with a holy body we can serve our holy God. നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ വിശുദ്ധിയിൽ സേവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Glory to God. ദൈവത്തിന് മഹത്വം. And seventhly, ഏഴാമതായി, he had to put on white linen garments when he entered the Holy of Holies, and not the glorious garments of his office. താൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ പൗരോഹിത്യത്തിന്റെ ആ തേജസ്സേറിയ വസ്ത്രങ്ങളല്ല, പഞ്ഞിനൂൽ കൊണ്ടുള്ള വെള്ളവസ്ത്രം താൻ ധരിക്കണം. We can see that in Leviticus chapter 16 and verse 23. Only in Malayalam. Quickly please read that. Leviticus 16 verse 23. ലേവ്യർ 16:23. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞിനൂൽ വസ്ത്രം നീക്കി അവിടെ വച്ചേക്കണം. അവിടെ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി. And also, if you are taking notes, you can write down Ezekiel chapter 44 verses 17 to 19. There also we can see this truth. എഹെസ്കേൽ 44:17 മുതൽ 19 വരെ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ സത്യം കാണുവാൻ കഴിയുന്നതാണ്. So the high priest had to put on white linen garments when he entered the Holy of Holies, and not the glorious garments of his office. മഹാപുരോഹിതൻ അതുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ തന്റെ ആ തേജസ്സിന്റെ വസ്ത്രങ്ങൾ മാറ്റിവെച്ചിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചു വേണം പ്രവേശിക്കുവാൻ. This points to the New Testament standard of personal holiness or blamelessness. ഇത് പുതിയ നിയമത്തിലുള്ള ആ വ്യക്തിപരമായ വിശുദ്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ അനിന്ദ്യമായ അനുഭവത്തെ കാണിക്കുന്നു. Without holiness, no man shall see the Lord. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. In Ephesians chapter 1 and verse 4 we read, according as he had chosen us in him before the foundation of the world, that we should be holy and without blame before him in love. എഫേസ്യ ലേഖനം 1-ാം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. So we should continue to be holy as a church, നാം സഭയായി വിശുദ്ധരായിരിക്കണം. and also personally we should practice
the purity of our spirit, soul and body. നാം വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന്റെ ദേഹദേഹാത്മാവിന്റെ വിശുദ്ധിയെ നാം സൂക്ഷിക്കണം. In 2 Corinthians chapter 7 and verse 1 we read, 2 കൊരിന്ത്യർ 7:1 നാം വായിക്കുമ്പോൾ, having therefore these promises, dearly beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. So let us all walk in purity before our holy God. നമ്മുടെ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നിർമ്മലതയിൽ നടക്കാം. In our private life, in our personal life, we should practice purity. Then Jesus will greatly delight in us. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും വിശുദ്ധിയെ സൂക്ഷിക്കുമ്പോൾ യേശു നമ്മിൽ സന്തോഷിക്കും. Joseph had the fear of God in his life. That is why when that sinful temptation arose, he asked this question, how can I do this great wickedness and sin against my God? താൻ യോസഫിന്റെ ജീവിതത്തിൽ ദൈവഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ പാപത്തിന്റെ പരിശോധന എനിക്ക് നേരിട്ടപ്പോൾ ഞാൻ ഈ ദോഷം പാപം ചെയ്ത് എങ്ങനെ ഞാൻ എന്റെ കർത്താവിന് വിരോധമായിട്ട് ദോഷം പ്രവർത്തിക്കുമെന്നുള്ള ചോദ്യം ചോദിച്ചത്. Dear ones, if we love Jesus, if we really fear our God, when sinful temptations will arise, we will run to the foot of the cross and we will be safe there. നാം കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, അവനെ ഭയപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ നാം കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഓടി അവിടെ അഭയം പ്രാപിക്കും. Dear ones, Jesus is coming very, very soon. പ്രിയമുള്ളവരെ, യേശു അതിവേഗം വരുന്നു. And in Ephesians chapter 5 verses 25 to 27, we read the reason why Christ gave himself on the cross of Calvary. എഫേസ്യ ലേഖനം 5-ാം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെത്താൻ കാൽവരി ക്രൂശിൽ യാഗമായിട്ട് അർപ്പിച്ചതിന്റെ കാരണം നമുക്ക് കാണാം. The Lord Jesus gave himself on the cross of Calvary not only simply to save from our sins, but keep in mind, he gave his life on the cross of Calvary for a holy church, a church without spot or wrinkle. കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവൻ കാൽവരി ക്രൂശിൽ അർപ്പിച്ചത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, കറചൊളുക്കമൊന്നുമില്ലാത്ത ഒരു വിശുദ്ധയായ സഭയെ തനിക്ക് വേണ്ടി മുൻ നിർത്തേണ്ടതിനായിട്ടാണ്. In Revelation chapter 12, we read about a man child. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം ഒരു ആൺകുട്ടിയെ കുറിച്ച് വായിക്കുന്നു. And this man child will be caught up unto his throne, unto God and his throne. ഈ ആൺകുട്ടി ദൈവത്തെങ്കിലേക്കും ദൈവസിംഹാസനത്തിലേക്കും എടുത്തുകൊള്ളപ്പെടും. And God has called us to be in that man child group. ദൈവം നമ്മെ ആ ആൺകുട്ടിയുടെ കൂട്ടത്തിലാകുവാൻ വിളിച്ചതാണ്. And the purpose of the ministry is to prepare a holy bride for the Lord Jesus Christ, our heavenly bridegroom. ഈ പുതിയ നിയമ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ സ്വർഗീയ മണവാളനാകുന്ന യേശുക്രിസ്തുവിന്റെ ഒരു വിശുദ്ധ മണവാട്ടിയെ ഉരുവാക്കുക എന്നുള്ളതാണ്. The theme verse of our mission is found in Colossians chapter 1 and verse 28. നമ്മുടെ സഭയുടെ ആപ്തവാക്യം കൊലോസ്യർ 1:28 നാം വായിക്കുന്നുണ്ട്. Whom we preach, warning every man and teaching every man in all wisdom, that we may present every man perfect in Christ Jesus. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനെ നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ ഞങ്ങൾ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരുടെ സകല ജ്ഞാനത്തോടു കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. We should be made perfect in love, faith, holiness and obedience, or doing the will of God. നാം സ്നേഹത്തിലും വിശുദ്ധിയിലും അനുസരണത്തിലും ദൈവേഷ്ടം ചെയ്യുന്നതിലും വിശുദ്ധിയിലും നാം പൂർണ്ണരായി തീരണം. We should be made perfect in all the divine natures of Jesus Christ, all by the grace and the mercies of God. നാം ദൈവത്തിന്റെ കൃപയാലും ദയയാലും യേശുക്രിസ്തുവിന്റെ സകല ദൈവിക സ്വഭാവങ്ങളിലും പൂർണ്ണത പ്രാപിക്കണം. So in these days of convention, let us get hold of new grace and fresh anointing. നാം അതുകൊണ്ട് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ പുതിയ കൃപയും പുതിയ അഭിഷേകവും പ്രാപിക്കാം. Our Jesus is coming very, very soon. നമ്മുടെ യേശു അതിവേഗം വരുന്നു. And the word of God says, for the Lord himself shall
descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. And we which are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and so shall we ever be with the Lord. Wherefore comfort one another with these words. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. Once comfort one another with these words. പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. Hallelujah. Jesus is coming soon. യേശു അതിവേഗം വരുന്നു. And tonight, very briefly, we have shared some of the qualifications that we need to be ready for the coming of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് ഒരുങ്ങി നിൽക്കേണ്ടതിന് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ആ ഗുണങ്ങളെ കുറിച്ച് വളരെ ചുരുക്കമായി ഞങ്ങൾ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. So in these days of convention, continue to come, hear the word of God. ഈ കൺവെൻഷൻ ദിവസങ്ങൾ തുടർന്നു വരികയും തിരുവചനം ശ്രവിക്കുകയും ചെയ്യുക. And then allow the Spirit of God to be made flesh in your life. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പുതുക്കം ഓരോ ദിവസവും അനുഭവിച്ചു കൊള്ളുക. In closing, reading Revelation 21 verses 9 through 11 in Malayalam. Can you please വെളിപ്പാട് പുസ്തകം 21-9-10 വാക്യങ്ങൾ മലയാളത്തിൽ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 9 through 11. Yeah. Read. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. Come hither, I will show thee the bride, the lamb's wife. ഇവിടെ കയറി വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. And he carried me away in the spirit to a great and high mountain, and showed me that great city, the holy Jerusalem, descending out of heaven from God, having the glory of God. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. Precious children of God, by the grace of God, tonight we are part of this holy city, New Jerusalem. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവകൃപയാൽ നാം ഈ സ്വർഗീയ യെരൂശലേം എന്നുള്ള ആ വിശുദ്ധ നഗരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. Very soon our Jesus will come and gather us unto himself, that we might be with him in his eternal kingdom forever and ever and ever. എന്നും എന്നും എന്നേക്കും അവനോട് കൂടെ ഇരിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിവേഗത്തിൽ വന്ന് നമ്മെ അവന്റെ ആ സ്വർഗീയ നിത്യ നഗരത്തിലേക്ക് ചേർത്തുകൊള്ളും. This world is heading for destruction. This world is heading for destruction. ഈ ലോകം നാശത്തിലേക്ക് പോകുന്നു. Great judgment of God is coming. വലിയ ദൈവ ന്യായവിധി വരുന്നു. But by the grace of God, you and I are being prepared for the city of God. എന്നാൽ ദൈവകൃപയാൽ നിങ്ങളും ഞാനും ആ ദൈവ നഗരത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നു. When the Lord shall build up Zion, he shall appear in his glory. And by the grace of God, when our Jesus shall appear, we shall also appear with him in glory. Hallelujah. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും. യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവന്റെ കൃപയാൽ അവനോടുകൂടെ തേജസ്സിൽ പ്രത്യക്ഷരാകും. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. ഹല്ലേലൂയ.